ഐ ബീൻ ഡെയിലി ട്രൈവിംഗ് വിത്ത് ദിസ് ബീസ്റ്റ് ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കുറവുകൾ കണ്ടെത്താൻ കുറച്ച് പണിയാണ്. ദിസ് ഇസ് OnePlus 13 ആൻഡ് നമുക്ക് സിംപ്ലി ഒരു പീക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു പീക്ക് OnePlus എന്നുള്ള കാറ്റഗറിയിൽ ഇതിനെ പെടുത്താൻ പറ്റും. ഈ OnePlusന്റെ കാര്യം കുറച്ച് സീനാണ്. കാരണം ഇനി അവർ ഇന്ത്യയിൽ ഫ്ലാഗ്ഷിപ്സ് ഒന്നും ഇറക്കില്ല. OnePlus 15 അവർ ഇറക്കി. ഇനി മുതൽ ഇവരുടെ ഫ്ലാഗ്ഷിപ്സ് വാങ്ങണമെങ്കിൽ ചൈനയിൽ പോയിട്ട് വാങ്ങേണ്ടി വരും. അവരെ പറ്റി നമുക്ക് പറയാം. ആദ്യം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇതിന്റെ ഡിസ്പ്ലേ ഒരു ഫ്ലാറ്റ് എഡ്ജ് ഡിസൈൻ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബെസൽസ് ഓൾമോസ്റ്റ് സീറോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതൊരു കോർണിംഗ് സംഭവം ആയതുകൊണ്ട് നമുക്ക് ബെസൽസിനെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. ബെസൽസ് ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പ്രയാസമാണ്. പിന്നെ ഇതൊരു LTPO പാനലാണ്, 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ്, ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും എന്ന് വേണ്ട. ഒരു ഫ്ലാഗ്ഷിപ്പിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സിന് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ആണെങ്കിലും യാതൊരു പ്രശ്നമില്ല. ആൻഡ് ഓൾസോ ഇതിലൊരു അക്വാ ടച്ച് എന്നുള്ള ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. ഇപ്പോൾ വാട്ടർ സ്പ്ലാഷ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിസ്പ്ലേ റെസ്പോൺസീവ് ആണ്. ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് എല്ലാ സ്മാർട്ട് ഫോണിനും ഉള്ളത്. പക്ഷെ ഇവരുടെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ് ഇതിലുള്ളത്. ഒരു സെറാമിക് ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇതിലുള്ളത്. അവർ പറയുന്നത് ഹൈലി ഡ്യൂറബിൾ ആണ്, നിലത്തിൽ വീണാൽ പോലും പൊട്ടുക എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നല്ല സ്ക്രീൻ ഗാർഡ് ഉപയോഗിക്കുക, നല്ല പൗച്ച് ഇടുക, ഗ്ലാസ് ഈസ് ഗ്ലാസ്. വീണ് കഴിഞ്ഞാൽ അടപടലം പൊട്ടും. കാരണം ഇത് മറ്റേ കെർവ്ഡ് ഡിസൈൻ ആണ്. അപ്പൊ ഒരു ചെറിയൊരു പൊട്ടൽ വീണാൽ മതി, കംപ്ലീറ്റ് പൊട്ടിപ്പോകും. എന്ത് പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ കേസും സ്ക്രീൻ ഗാർഡും മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതായി കണ്ടില്ല, ഇത് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അപ്പോൾ അതും കൂടി സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ ഗാർഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുക. സാധാ സ്ക്രീൻ ഗാർഡ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഇതിന്റെ സപ്പോർട്ട് കുറച്ച് സീനായിരിക്കും. ഇതിന്റെ ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല രീതിയിൽ സ്നാപ്പ് ചെയ്യാണ്. കണ്ടില്ലേ, പടപടേ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകും. സോ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ ആയാലും ഡിസ്പ്ലേ പാർട്ടായാലും ഫ്ലാഗ്ഷിപ്പ് ഫീൽ തന്നെയാണ്. ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഓക്സിജൻ OS 60 എന്നുള്ള പേരാണെങ്കിലും ഉള്ളിലുള്ളത് കളർ OS ആണ്. നിങ്ങളിപ്പോ ഒരു ഡൈഹാർഡ് OnePlus ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓക്സിജൻ OSനെ മറക്കാൻ പറ്റില്ല. അതായത് ഈ OSന് തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ആ ഒരു സോള് ഇതിന്ന് എന്നോ നഷ്ടമായിട്ടുണ്ട്. അതിപ്പോ ഇതിന്റെ കേസ് അല്ല, കുറച്ച് കാലങ്ങളായിട്ട് കളർ OSലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓക്സിജൻ OSന്റെ അവശേഷിപ്പ് എന്ന് പറയാൻ ആകെപ്പത ഈ ക്ലോക്കിലുള്ള ഈ റെഡ് ആക്സെന്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കളർ OS ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ബോക്സിന്റെ കൂടെ കിട്ടുന്ന ഈ കേബിളിലുള്ള റെഡ് ആക്സെന്റ്, ഇതിലുള്ള ഈ ഒരു അലർട്ട് സ്ലൈഡർ, അതിപ്പോ അവർ OnePlus 15 അവർ ആക്ഷൻ ബട്ടൺ ആക്കിയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിന് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷൻ ബട്ടൺ ആണ് കുറച്ചും കൂടി ഇതിനേക്കാളും പ്രാക്ടിക്കൽ ആയിട്ട് യൂസബിൾ ആയിട്ടുള്ള സാധനം എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കളർ OS ഒരു മോശം OS അല്ല, നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. ഇതിന്റെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ആയാലും ആപ്പ് ഐക്കൺ കസ്റ്റമൈസേഷൻ ആയാലും ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ബിൽറ്റ് ഇൻ ആയിട്ട് തന്നെ ഉണ്ട്. സോ ദ കസ്റ്റമൈസേഷൻ പാർട്ട് ഈസ് വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പൊ ഇതില് മൈൻഡ് സ്പേസ് എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അത് നത്തിങ്ങിലൊക്കെ ഈ ഒരു എസെൻഷ്യൽ സ്പേസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഒരു കോപ്പിയാണ്. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം 3 ഫിംഗർ ഗസ്റ്റർ ആണ് ഇതിലിപ്പോൾ ഉള്ളത്. അത് OnePlus 15 നമുക്ക് ആക്ഷൻ ബട്ടൺ വെച്ചിട്ടൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും. അത് ഏർലി ഫേസിലാണ്, ബീറ്റ ടെസ്റ്റിംഗ് ആണ്, എന്നാലും നല്ലൊരു ഫീച്ചർ ആണ്. ആൻഡ് ഓൾസോ ഇതിലൊരു ഡൈനാമിക് എലിന്റെ കോപ്പി ഉണ്ട്. അവരതിനെ ഫ്ലൂയിഡ് ക്യാപ്സ്യൂൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ സെറ്റിംഗ്സിൽ നിങ്ങൾ ഡൈനാമിക് എലിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് iOS ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഉടനീളം കാണാൻ പറ്റും. ഇപ്പോൾ ആപ്പ് ഡ്രോവറിൽ ഒരു ആപ്ലിക്കേഷൻ കാറ്റഗറി എന്നുള്ള സാധനം ഉണ്ട്. അതിൽ ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. OnePlus പണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഒറിജിനൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഒരു iOS ഇൻസ്പിറേഷന് നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഇതൊരു ബാഡ് OS ആണെന്നല്ല, നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. ഒരുപാട് യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഓൾറെഡി ഇവരുടെ ഓക്സിജൻ OS എന്നുള്ള കോൺസെപ്റ്റ് ഡെഡ് ആണ്. ഇനിയിപ്പോ അടുത്ത അപ്ഡേറ്റ് മുതൽ കളർ OS 70 എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ വരാൻ പോകുന്നത്. ഓക്സിജൻ OSന്റെ ലേബലേ പോകാൻ പോവാണ്. ആൻഡ് ഓൾസോ 4 വർഷം മേജർ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്സും 6 വർഷം സെക്യൂരിറ്റി പാച്ചസും ആണ് ഇവർ ഇതിൽ ഓഫർ ചെയ്തേക്കുന്നത്. മറ്റുള്ള ബ്രാൻഡ്സ് ഒക്കെ പറയുന്ന പോലെ 7 വർഷമൊന്നും ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്സ് ഇവർ പറയുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇത് തന്നെ ഇനഫ് ആണ്. കാരണം പല ബ്രാൻഡ്സും ഒരു 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ സ്കിൻ അപ്ഡേറ്റ്സ് മാത്രമാണ് കൊടുക്കുക. അതാണെങ്കിലോ നല്ല രീതിയിൽ ആ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ തന്നെ താഴ്ത്തി കളയും. ഇതിന്റെ ഈ OS ഒപ്റ്റിമൈസേഷൻ ഇത്രയും ഭംഗിയാക്കുന്നത് ഇതിന്റെ ഹാർഡ്വെയർ ആണ്. കാരണം ഇതിനകത്തുള്ളത് സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ആണ്. നല്ല രീതിയിൽ പവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കിടിലൻ ചിപ്സെറ്റ് ആണ്. മാത്രമല്ല അതിന്റെ കൂടെ ഒരു വേപ്പർ ചേമ്പറും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഗെയിമും ഹൈ ഗ്രാഫിക്സിൽ ഇതിൽ കളിക്കാൻ പറ്റും. ഞാനിതിൽ BGMI കുറച്ച് ഗെയിംസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്കൊരു ഫ്രെയിം ഡ്രോപ്പ് പോലും ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളൊരു എക്സ്ട്രീം ഗെയിമർ ആണെങ്കിൽ പോലും ഐ ഹൈലി റെക്കമെൻഡ് ദിസ് തിങ്. ആൻഡ് ഓൾസോ ഇത് 512GB വെർഷൻ ആണ്, 16GB ആണ് ഇതിലെ റാം വരുന്നത്. നല്ല സൂപ്പർ സ്മൂത്ത് ആയിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ എനിക്ക് കളിക്കാൻ പറ്റി. മാത്രമല്ല ഇതിൽ ബൈപ്പാസ് ചാർജിങ്ങും ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഓൺ ദ ഗോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ചാർജ് കുത്തിച്ചിട്ടും കളിക്കാൻ പറ്റും. സോ ദ ചിപ്സെറ്റ് പാർട്ട് ഈസ് വെരി ഗുഡ്. ആൻഡ് ഓൾസോ ഇതിന്റെ ബാറ്ററി 6000 mAh ബാറ്ററിയാണ്.
നമുക്ക് ഒരിക്കലും ഇതിന്റെ MAHന്റെ കണക്ക് വെച്ചിട്ട് ഇതിന്റെ ബാക്കപ്പിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ ഐ ടെസ്റ്റഡ് ഇറ്റ്. പ്രോപ്പർ 1 ഡേ ബാക്കപ്പ് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോ സംഹൗ നിങ്ങൾക്ക് ഒരു ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല എന്ന് വിചാരിച്ചോ, അരമണിക്കൂർ കൊണ്ട് അണ്ണം ഫുൾ ചാർജ് ആവും. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ചാർജർ ബോക്സിലുണ്ട്. ആൻഡ് ഓൾസോ ഇതിൽ അവർ യൂസ് ചെയ്തേക്കുന്നത് കാർബൺ സിലിക്കൺ ബാറ്ററീസ് ആണ്. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി ലിഥിയം അയണിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പോൾ കുറച്ച് സ്പേസ് തന്നെ നമുക്ക് വലിയ കപ്പാസിറ്റി ഉള്ള ബാറ്ററീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്തുള്ളത് ഒരു 6000 mAh ബാറ്ററി ആണെങ്കിലും ഇതൊരു S26 Ultra, iPhone 17 Pro ഇതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര തിന്നറാണ്. അതിനുള്ള കാരണം ഈ ഒരു ബാറ്ററി ടെക്നോളജിയാണ്. ഇപ്പം സാംസങ് ഈ ഒരു കാർബൺ സിലിക്കൺ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐഫോണിൽ ഇനി വരാൻ കുറച്ച് കാലം പിടിക്കും. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ അവന്മാർ പറയും ഞങ്ങൾ ഇത് ബെസ്റ്റ് ആയിട്ടാണ് ഇറക്കാൻ പോകുന്നത്, അതാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് ഇറക്കും. ഇപ്പൊ തന്നെ ഒരു 4000 mAh 4500 mAh ഒക്കെ വെച്ചിട്ടാണ് അവരുടെ പ്രോ സീരീസ് ഇറക്കുന്നത്. സാംസങ്ങിൽ 5000 mAh ആണുള്ളത്. സോ ദ ഡിസ്പ്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബാറ്ററി ബാക്കപ്പ് ഇതെല്ലാം കിടുവാണ്. ഇതിനുള്ള പ്രശ്നം ഇവിടെയാണ്, ഈ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ പറയുന്നത് ക്യാമറ വളരെ ബാഡ് ആണെന്നല്ല, പക്ഷെ ചില സമയങ്ങളിൽ ഒരു റിലയബിലിറ്റിക്ക് ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ചില സമയങ്ങളിൽ മാത്രം ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുക, ചില സമയത്തിൽ ഡൾ ആയിട്ട് കിട്ടുക. അതായത് പ്രോസസിംഗ് പാർട്ട് ഇവർ ഇനിയും ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ഉണ്ട്, 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ ഉണ്ട്, ഒരു 2x ഒപ്റ്റിക്കൽ ഉണ്ട്, ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സൽ ആണ്. നമുക്ക് എന്തായാലും ഇതിന്റെ ഔട്ട്പുട്ടിലൂടെ തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഹലോ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഔട്ട്പുട്ട്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 4K 30 FPS 60 FPS വരെ പോകാൻ പറ്റും. കളേഴ്സൊക്കെ നാച്ചുറലാണ്, നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇതിൽ ഫിൽറ്റർ മാറ്റി കഴിഞ്ഞാൽ അത് ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ ബാക്ക് ക്യാമറ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ 4K ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ണൻ നേരെ 180p പോകും. ഈ 180p മാത്രമാണ് ഈ ഫിൽറ്ററിൻ്റെ സപ്പോർട്ടുള്ളൂ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതുപോലെ തന്നെ എക്സ്പാൻഡ് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതൊന്നും OnePlus 15 അതൊക്കെ ഹേസൽ ബ്ലാഡുമായിട്ടുള്ള കൊളാബിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അതിൻ്റെ അനിമേഷനൊക്കെ കാണുമ്പോൾ. പിന്നെ ഓൾസോ ഇതിൻ്റെ ഷട്ടർ ബട്ടൻ്റെ കളർ ഒരു ഓറഞ്ച് കളറാണ്. അത് ഹേസൽ ബ്ലേഡിൻ്റെ കൊളാബുമായിട്ടുള്ള സംഭവമാണ്. അതൊന്നും OnePlus 15 ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ബാക്ക് ക്യാമറയിലോട്ടൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ റിയർ ക്യാമറ 8K 30 FPS വരെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 4K 30 FPS ആൻഡ് ഞാൻ നേരത്തെ ഫ്രണ്ട് ക്യാമറയിൽ പറഞ്ഞ പോലെ ഇതിൽ ഫിൽറ്റർ മാറ്റി കഴിഞ്ഞാൽ 180p ഇതിൻ്റെ ക്വാളിറ്റി മാറുന്നുണ്ട്. ഓൺ ദ ഗോ ലെൻസ് സ്വിച്ച് ചെയ്യാനൊന്നും പ്രശ്നമില്ല, അതും പറ്റും. പിന്നെ ഡോൾബി വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ HDR കോണ്ടൻസ് നമ്മൾ സ്മാർട്ട് ഫോണിൽ കാണുമ്പോൾ ബ്രൈറ്റ്നസിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല, അതുപോലെ ഈ വീഡിയോക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ഓൾസോ സ്റ്റെബിലൈസേഷൻ പാർട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. സോ വീഡിയോ ഈസ് സ്റ്റേബിൾ. ഫോട്ടോഗ്രാഫിക്കാണ് ഞാൻ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളുള്ളത്. നമുക്ക് നല്ല പോർട്രേറ്റ് ഇമേജസ് ഒക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഇതിന്റെ ഈ ഹേസൽ ബ്ലാഡ് ട്യൂണിങ് വെറുതെ കൊടുത്തതല്ല. ഇത് ഈ ട്യൂണിംഗ് ഉള്ള ലാസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ്. OnePlus 15 ഈ സാധനം ഇല്ല. സോ ഇതിലാണ് OnePlusന്റെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് അവർ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ രീതിയിലുള്ള ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഫീൽ ചെയ്യും. അത് ഇഗ്നോറബിൾ ആണ്. ആൻഡ് ഓൾസോ ദ ഇൻഹാൻഡ് ഫീൽ ഈസ് വെരി ഗുഡ്. ഇതൊരു ചെറിയ സ്മാർട്ട് ഫോൺ അല്ല, ഒരു 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണത്. അപ്പോൾ വലിയ സ്മാർട്ട് ഫോൺ ആണ്, എന്നാൽ പോലും നല്ല ബാലൻസ്ഡ് ആണ്. ഇതിന്റെ കളർ ഓപ്ഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കളറാണ്. ഇതിനൊരു വൈറ്റും ബ്ലാക്കും ഉണ്ട്, പക്ഷെ അതൊരു ഗ്ലാസ് ബാക്ക് ആണ്. ഇതൊരു ലെതർ ഫിനിഷ് ആണ്. IP68 and 69 റേറ്റഡ് ആണ്. അലുമിനിയം ഫ്രെയിം ആണ്. പിന്നെ ഇത് IR ബ്ലാസ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ആൾസോ ഇതിന്റെ ഹാപ്റ്റിക്സ് വളരെ നല്ലതാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ബാറ്ററി ബാക്കപ്പ്, ഡിസ്പ്ലേ, ഇവരിതിന്റെ ക്യാമറയും കൂടെ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി സ്മാർട്ട് ഫോൺ ആയേനെ. ഈ ക്യാമറ ഞാൻ പറഞ്ഞ പോലെ വളരെ മോശം സാധനമൊന്നുമില്ല, എന്നാലും നമുക്ക് ഇതിനൊരു പീക്ക് ആൻഡ്രോയിഡ് തന്നെ ഇപ്പോഴും വിളിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ OnePlus ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും നല്ല ഫ്ലാഗ്ഷിപ്പ് ഇതാണെന്നാണ് എന്റെ അഭിപ്രായം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. ആൻഡ് ഇവന്മാരുടെ കാര്യം ഭയങ്കര കഷ്ടമായി പോയി. കാരണം ഇന്ത്യയിൽ ഇത്രയും ഫാൻ ബേസും നല്ല ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു ബ്രാൻഡ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ OnePlus അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഇതിന് വേറൊരു സൈഡ് ഉണ്ട്. ഓപ്പോ ആയാലും വിവോ ആയാലും നല്ല ഫ്ലാഗ്ഷിപ്സ് അവർ പുഷ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൂടുതൽ സെയിൽ കിട്ടാനും വേണ്ടിയിട്ട് ഇതിനായിട്ട് ചുമ്മാ കില്ല് ചെയ്ത് കളഞ്ഞാണ്. അപ്പൊ പിന്നെ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് തരിക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, എന്തെങ്കിലും ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇനിയും കാണും. ഐ ലവ് ദിസ് ഫോൺ.